ഹായ് ഫ്രണ്ട്സ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആർത്രോസ്കോപ്പിക് സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന മോണിറ്റർ, അതിൻ്റെ ക്യാമറ കൺസോള്, ലൈറ്റ് സോഴ്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡാണിത്. ഇതുണ്ടോ, ഈ മോണിറ്റർ നമ്മളിങ്ങനെ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ഒരു ബാൻഡൊക്കെ ഇട്ട് കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് റിസ്ക് ആണ്. കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസോൾ ട്രോളി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പലതവണ മോണിറ്റർ നിലത്ത് വീഴേണ്ടതായിരുന്നു. അപ്പോൾ ഈ മോണിറ്റർ നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മോഡിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യ HODയോടും ഓർത്തോ HODയോടും ഇൻചാർജ് സിസ്റ്ററിനോടും പെർമിഷൻ എടുത്തിട്ടുണ്ട്. 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പിൻ്റെ പീസ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് അടിയിൽ ഓരോ പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിവെച്ചിരുന്ന ബാൻഡും പ്ലാസ്റ്ററൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാം. ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാൻ വേണ്ടി റെഗുലറായിട്ട് നമ്മൾ ഫ്യൂമിഗേഷനൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോളിയുടെ ടോപ്പിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നീറ്റാക്കി എടുക്കണം. ഇതുണ്ട്, മോണിറ്ററിൻ്റെ സൈഡിലെ തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ ആ 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ട്രോളിയുടെ ടോപ്പിലെ തുരുമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ റെക്സിൻ ഒട്ടിച്ച് കവർ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. റെഗുലറായിട്ട് ഫിമിഗേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മെറ്റൽ സർഫസിൽ നമ്മൾ വീണ്ടും പെയിൻറ് അടിക്കാത്തത്. സാധാരണ റെക്സിൻ ഒട്ടിക്കുന്ന പോലെ ഫെവിക്കോൾ SR വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെക്സിൻ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അത് ഒട്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ട്രോളിയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മോണിറ്റർ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്ലാമ്പുകൾ ഈ ട്രോളിയുടെ ടോപ്പിൽ ഫിക്സ് ചെയ്തെടുക്കണം. മോണിറ്ററിൻ്റെ എഡ്ജിൻ്റെ സൈസിനാണ് നമ്മൾ ആ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, കറക്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റാവുന്ന രീതിയിലാണ് ആ 2 ക്ലാമ്പുകളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മോണിറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ റിപ്പയർ ചെയ്യാൻ വരുന്ന ടെക്നീഷ്യന് മോണിറ്റർ വളരെ ഈസി ആയിട്ട് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത 2 ക്ലാമ്പുകളും ട്രോളിയുടെ ടോപ്പിലേക്ക് റിവിറ്റ് അടിച്ച് ഫിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, പ്രത്യേകിച്ചും ആശുപത്രികളിലെയൊക്കെ എക്യുപ്മെൻറ്റ്സിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇതിനെ ആ ഒരു രീതിയിൽ മാത്രം കാണുക. നമ്മൾ ഈ ചെയ്ത കാര്യത്തെ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് കാണാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർത്തോ HODയോട് പറഞ്ഞപ്പോൾ തന്നെ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്ത് തന്നു. ഇനി OTയിൽ ഈ ഒരു ട്രോളി എങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മോണിറ്റർ ഒരിക്കലും നിലത്ത് വീണ് പൊട്ടാനുള്ള സാധ്യതയില്ല. ഇതുണ്ട്, വളരെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് ബലമായിട്ട് പിടിച്ചാൽ പോലും ആ മോണിറ്റർ അവിടെ നിന്ന് അനങ്ങില്ല. നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോണിറ്റർ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് എടുക്കാം. അപ്പോൾ OT വാഷിംഗ് ഡേയിലാണ് നമ്മൾ ഈ ഒരു ചെറിയ വർക്ക് ചെയ്തത്. വർക്ക് ഫിനിഷ് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ OT ഫിമിഗേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിമിഗേഷൻ മെഷീനൊക്കെ ഉണ്ട്. അതിനു മുമ്പ് തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതുപോലെ നമ്മൾ കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് ഈ ഒരു ഫിമിഗേഷൻ മെഷീൻ്റെ അകത്ത് നമ്മൾ ഫിമിഗേഷൻ ചെയ്യാനുള്ള ലോഷനൊക്കെ ഒഴിച്ചിട്ട് ടൈമർ സെറ്റ് ചെയ്ത് മെഷീൻ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.